നമസ്കാരം ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. ഓണമെത്താൻ ഇനി അധിക ദിവസങ്ങളില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ ഏറ്റവും വലിയ ചോദ്യം ഇപ്പോൾ ഒന്നാണ്, ഈ മാസത്തെ 2000 രൂപ അക്കൗണ്ടിൽ എത്തിയോ? ചിലരുടെ അക്കൗണ്ടിൽ പണം എത്തിക്കഴിഞ്ഞു, ചിലർ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു വാർത്ത കൂടി വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ഓണത്തിന് 4000 രൂപ വരും, 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകും, ഡബിൾ പെൻഷൻ പ്രഖ്യാപിച്ചു. ഇതിൽ ഏതാണ് സത്യം? 2000 രൂപ മാത്രമാണോ ലഭിക്കുക? 4000 രൂപ വരുമോ? ഇനി പെൻഷൻ മുടങ്ങാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അതിലും പ്രധാനമായി മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് എന്ത് സംഭവിക്കും? കിടപ്പ് രോഗികൾക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തവർക്കും മസ്റ്ററിംഗ് എങ്ങനെ ചെയ്യാം? ഹോം മസ്റ്ററിംഗ് എപ്പോൾ തുടങ്ങും? എത്ര രൂപയാണ് ഫീസ്? ഇതെല്ലാം വീഡിയോയിൽ വളരെ ലളിതമായി വിശദീകരിക്കാം. അതുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നത് വരെ കാണുക. കാരണം അവസാന ഭാഗത്ത് പെൻഷൻ ഗുണഭോക്താക്കൾ ഇപ്പോൾ തന്നെ പരിശോധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം അറിയേണ്ടത് 2000 പെൻഷൻ വിതരണം ആരംഭിച്ചതിനെ കുറിച്ചാണ്. ആദ്യമായി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ വരാം. ഓഗസ്റ്റ് മാസത്തെ 2000 ക്ഷേമ പെൻഷൻ വിതരണം ഓഗസ്റ്റ് 19 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട അർഹരായ ഗുണഭോക്താക്കൾക്കാണ് ഈ മാസത്തെ പെൻഷൻ ലഭിക്കുന്നത്. വാർദ്ധക്യ പെൻഷൻ, വിധവ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഭാഗങ്ങൾ അർഹതയുള്ളവർക്ക് അവരുടെ പെൻഷൻ തുക ലഭിക്കും. എന്നാൽ ഇവിടെ പലർക്കും ഒരു സംശയമുണ്ട്. എന്റെ സുഹൃത്തിന് പണം കിട്ടി, അയൽവാസിക്ക് കിട്ടി, പക്ഷെ എനിക്ക് കിട്ടിയില്ല, എന്റെ പെൻഷൻ മുടങ്ങിയോ? അങ്ങനെ ഉടൻ തീരുമാനിക്കേണ്ടതില്ല. കാരണം പെൻഷൻ തുക എല്ലാവരുടെയും അക്കൗണ്ടിൽ ഒരേ നിമിഷം എത്തണമെന്നില്ല. ബാങ്കിംഗ് നടപടിക്രമങ്ങൾ, ട്രഷറി പ്രോസസ്സിംഗ്, DBT ക്രെഡിറ്റ് തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് പണം ഗുണഭോക്താവിന്റെ അക്കൗണ്ടിൽ എത്തുന്നത്. അതിനാൽ മറ്റൊരാൾക്ക് നേരത്തെ കിട്ടിയെന്ന കാരണത്താൽ മാത്രം നിങ്ങളുടെ പെൻഷൻ മുടങ്ങിയെന്ന് കരുതരുത്. ആദ്യം ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുക, പെൻഷൻ ലഭിക്കാൻ അർഹതയുണ്ടോ എന്നും പരിശോധിക്കുക. അതിനുശേഷം മാത്രമേ കൂടുതൽ അന്വേഷണം ആവശ്യമുള്ളോ എന്ന് തീരുമാനിക്കേണ്ടതുള്ളൂ. ഒരു പ്രധാന തിരുത്തൽ, ഇത് 4000 ആണോ? ഇനി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ വിഷയത്തിലേക്ക് വരാം. ഓണത്തിന് ഡബിൾ പെൻഷൻ വരുന്നു, 2000 അല്ല 4000 കിട്ടും. ഇത്തരത്തിലുള്ള തലക്കെട്ടുകൾ നിങ്ങൾ പല സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളിലും വീഡിയോകളിലും കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. നിലവിൽ വിതരണം ചെയ്യുന്നത് ഓഗസ്റ്റ് മാസത്തെ 2000 പെൻഷനാണ്. 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകുന്നതായോ എല്ലാവർക്കുമായി 4000 അനുവദിച്ചതായോ ഉള്ള ഔദ്യോഗിക പ്രഖ്യാപനം നിലവിൽ അടിസ്ഥാനമാക്കാൻ കഴിയില്ല. അതുകൊണ്ട് 4000 അക്കൗണ്ടിൽ വരുമെന്ന് ഉറപ്പിച്ച് കാത്തിരിക്കേണ്ട സാഹചര്യമില്ല. ഓൺലൈനിൽ ഒരു തലക്കെട്ട് കണ്ടു എന്നത് മാത്രം കൊണ്ട് അത് സർക്കാർ ഉത്തരവായി മാറുന്നില്ല. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്ന മെസ്സേജ്, ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റ്, യൂട്യൂബ് വീഡിയോയുടെ തമ്മില്, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ ഒരു വിവരം, ഇവയെല്ലാം ഔദ്യോഗിക ഉത്തരവിന് പകരമല്ല. സർക്കാർ ഔദ്യോഗികമായി അധിക തുക പ്രഖ്യാപിച്ചാൽ മാത്രമേ അത് ഉറപ്പായ വിവരമായി കണക്കാക്കാൻ കഴിയൂ. അതിനാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളുടെ പ്രതീക്ഷ ഒരു മാസത്തെ 2000 ക്ഷേമ പെൻഷൻ എന്നായിരിക്കണം. പെൻഷൻ തുക അക്കൗണ്ടിൽ എത്തിയോ എന്നറിയാൻ എല്ലാവരും ബാങ്ക് പരിശോധിക്കണം. പക്ഷേ പെൻഷൻ ഗുണഭോക്താക്കൾ അതിനേക്കാൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യമാണ് മസ്റ്ററിംഗ്. പലരും കേട്ടിട്ടുണ്ടാകും, മസ്റ്ററിംഗ് എന്താണ്, എന്തിനാണ് ചെയ്യുന്നത്, ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തില്ലേ, ഇപ്പോൾ വീണ്ടും ചെയ്യണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ. ഇത് വളരെ ലളിതമായി പറയാം. മസ്റ്ററിംഗ് എന്നത് പെൻഷൻ ഗുണഭോക്താവിന്റെ നിലവിലെ സ്ഥിതി ബയോമെട്രിക് സംവിധാനത്തിലൂടെ സ്ഥിരീകരിക്കുന്ന നടപടിയാണ്. അതായത് പെൻഷൻ ലഭിക്കുന്ന വ്യക്തി തന്നെയാണോ, രേഖകളിലെ വിവരങ്ങൾ ശരിയാണോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നതിനുള്ള ഒരു പ്രധാന നടപടിക്രമം. ഇത് പുതിയ പെൻഷൻ അപേക്ഷയല്ല, ബാങ്കിൽ പണം പിൻവലിക്കുന്ന നടപടിയുമല്ല, പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന നടപടിയുമല്ല. ഇത് ബയോമെട്രിക് സ്ഥിരീകരിക്കാനാണ്. അതുകൊണ്ട് എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ, പിന്നെ മസ്റ്ററിംഗ് എന്തിന് എന്ന് കരുതി ഇത് ഒഴിവാക്കുന്നത് ശരിയായ സമീപനമല്ല. മസ്റ്ററിംഗ് ചെയ്യാതെ പോയാൽ എന്താണ് സംഭവിക്കുക? മസ്റ്ററിംഗ് പൂർത്തിയാക്കാതെ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ പ്രത്യേകം പരിശോധിക്കപ്പെടുകയും പെൻഷൻ അർഹത വീണ്ടും പരിശോധിക്കപ്പെടുകയും ചെയ്യാവുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവസാന തീയതി അടുത്തെത്തിയ ശേഷം തിരക്കിട്ട് ചെയ്യുന്നതിന് പകരം സമയം ലഭിക്കുമ്പോൾ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത് സുരക്ഷിതമാണ്. പ്രത്യേകിച്ച് പ്രായമായവർ വീട്ടിലുണ്ടെങ്കിൽ കുടുംബാംഗങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം. പലപ്പോഴും മുതിർന്നവർക്ക് ഇത്തരം കാര്യങ്ങൾ ഓർമ്മയിൽ ഉണ്ടാകണമെന്നില്ല. അതിനാൽ മക്കളും ബന്ധുക്കളും അയൽക്കാരും കൂടി ശ്രദ്ധിക്കണം. പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ, ഇനി ഒന്നും ചെയ്യേണ്ട എന്ന ധാരണ ഒഴിവാക്കുക. മസ്റ്ററിംഗ് എവിടെയാണ് ചെയ്യേണ്ടത്? സാധാരണ അക്ഷയ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള നിശ്ചയിച്ച സേവന കേന്ദ്രങ്ങളിലൂടെയോ ഇത്തരം ബയോമെട്രിക് നടപടികൾ പൂർത്തിയാക്കുന്നത്. അവിടെ ഗുണഭോക്താവിന്റെ ആവശ്യമായ വിവരങ്ങൾ പരിശോധിക്കുകയും ബയോമെട്രിക് സ്ഥിരീകരണം നടത്തുകയും ചെയ്യാം. പോകുന്നതിന് മുൻപ് നിങ്ങളുടെ ദേശത്തെ അക്ഷയ കേന്ദ്രത്തിലെ ആവശ്യമായ രേഖകളും നടപടിക്രമങ്ങളും എന്താണെന്ന് ചോദിച്ചറിയുന്നത് നല്ലതാണ്. സാധാരണ ആവശ്യമായ വിവരങ്ങളിൽ ആധാർ നമ്പർ ഉൾപ്പെടെയുള്ള ഗുണഭോക്തൃ വിവരങ്ങൾ പ്രധാനമാണ്. വിരലടയാളവും ഉപയോഗിച്ചുള്ള ബയോമെട്രിക് പരിശോധന പൂർത്തിയാക്കിയ ശേഷം മസ്റ്ററിംഗ് നടപടിക്രമം പൂർത്തിയാക്കാം. ഇനി ഏറ്റവും വലിയ ആശ്വാസം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഇവിടെയാണ് പല കുടുംബങ്ങൾക്കും ആശ്വാസമാകുന്ന ഒരു വിഷയമുള്ളത്.
നമ്മുടെ നാട്ടിൽ നിരവധി പെൻഷൻ ഗുണഭോക്താക്കളുണ്ട്. പ്രായമായവർ, കിടപ്പ് രോഗികൾ, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, ഗുരുതരമായ ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ, വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ കഴിയാത്ത മുതിർന്നവർ. ഇവർക്ക് അക്ഷയ കേന്ദ്രത്തിലേക്ക് പോയി മസ്റ്ററിംഗ് ചെയ്യുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവർ എന്ത് ചെയ്യും? ഇവർക്കായി ഹോം മസ്റ്ററിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതായത് ആവശ്യമായ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി ബയോമെട്രിക് സ്ഥിരീകരണം നടത്താനുള്ള സംവിധാനം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നല്ലൊരു സൗകര്യവുമാണ്. കാരണം മസ്റ്ററിംഗ് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ട് കിടപ്പിലായ ഒരാളെ എങ്ങനെ അക്ഷയ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുമെന്ന ആശങ്ക പല കുടുംബങ്ങൾക്കും ഉണ്ടാകാം. അത്തരം സാഹചര്യത്തിലാണ് ഹോം മസ്റ്ററിംഗ് പ്രധാനമാകുന്നത്. ഹോം മസ്റ്ററിംഗ് എപ്പോൾ ചെയ്യാം? ലഭ്യമായ വിവരങ്ങൾ പ്രകാരം സെപ്റ്റംബർ മാസം മുതൽ ഹോം മസ്റ്ററിംഗ് സംവിധാനം ആരംഭിക്കാനാണ് ക്രമീകരണം. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത പെൻഷൻ ഗുണഭോക്താക്കളുടെ കുടുംബാംഗങ്ങൾ മുൻകൂട്ടി കാര്യങ്ങൾ അന്വേഷിച്ചു വയ്ക്കുക. അടുത്തുള്ള അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെടാം. ആവശ്യമായാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സംവിധാനങ്ങളിലൂടെയും വിവരം തേടാം. പ്രാദേശികമായി ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും നടപടിക്രമം ഉണ്ടാവുക. ഹോം മസ്റ്ററിംഗ് ചെയ്യാൻ എന്ത് വിവരങ്ങളാണ് വേണ്ടത്? ഇത് വളരെ ലളിതമായി ഓർക്കണം. ഗുണഭോക്താവിന്റെ പേര്, മൊബൈൽ നമ്പർ, പൂർണ്ണ വിലാസം, വീട്ടിലെത്തി മസ്റ്ററിംഗ് ചെയ്യേണ്ട സാഹചര്യം എന്നിവ സംബന്ധിച്ച് വിവരങ്ങൾ നൽകേണ്ടി വരും. അതിനുശേഷം നിശ്ചയിച്ച സംവിധാന പ്രകാരം അധികൃതർ വീട്ടിലെത്തി ബയോമെട്രിക് പരിശോധന നടത്തും. അതിനാൽ എന്റെ വീട്ടിലുള്ള ആളിന് നടക്കാൻ കഴിയില്ല, അതുകൊണ്ട് മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയില്ല എന്ന് കരുതി പെൻഷൻ ഗുണഭോക്താവിനെ ഒഴിവാക്കേണ്ട സാഹചര്യമില്ല. ഹോം മസ്റ്ററിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്തുന്നതാണ് ചെയ്യേണ്ടത്. ഹോം മസ്റ്ററിംഗ് ഫീസ് എത്രയായിരിക്കും? ഇതിലും പലർക്കും സംശയമുണ്ട്. ലഭ്യമായ നിയമപ്രകാരം ഹോം മസ്റ്ററിംഗ് സേവനത്തിന് 50 രൂപ സേവന നിരക്ക് ഉണ്ടായിരിക്കും. അതിനാൽ വീട്ടിലെത്തി സേവനം ലഭിക്കുന്ന ഈ നിരക്ക് സംബന്ധിച്ച വിവരങ്ങൾ കൂടുതൽ കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ പണം നൽകുമ്പോൾ ഔദ്യോഗികമായി നിശ്ചയിച്ച നിരക്കാണോ ഈടാക്കുന്നതെന്ന് ഉറപ്പാക്കുക. അനാവശ്യമായി അധിക പണം നൽകേണ്ടതില്ല. ഇനി നിങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ പരിശോധന നടത്തൂ. ഇപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു ക്ഷേമ പെൻഷൻ ഗുണഭോക്താവ് ഉണ്ടെങ്കിൽ ഈ 5 കാര്യങ്ങൾ പരിശോധിക്കുക. ഒന്നാമത് ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുക. ഓഗസ്റ്റ് മാസത്തെ 2000 ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഉടൻ പണം വന്നില്ലെങ്കിൽ പരിഭ്രാന്തരാകരുത്. വിതരണം ഘട്ടം ഘട്ടമായി നടക്കുന്നതിനാൽ കുറച്ച് സമയം നൽകുക. ആധാർ, ബാങ്ക് വിവരങ്ങൾ പരിശോധിക്കുക. പെൻഷൻ ക്രെഡിറ്റായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കുക. മസ്റ്ററിംഗ് മറക്കരുത്. അവസാന സമയത്തേക്ക് മാറ്റിവെക്കാതെ നടപടിക്രമം പൂർത്തിയാക്കുക. വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ കഴിയാത്ത വ്യക്തിയാണെങ്കിൽ ഹോം മസ്റ്ററിംഗ് സംബന്ധിച്ച് മുൻകൂട്ടി അന്വേഷിക്കുക. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അനാവശ്യമായ ആശയക്കുഴപ്പം ഒഴിവാക്കാം. ഇനി 4000 പ്രതീക്ഷിക്കുന്നവർക്ക് ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകമായി പറയാനുള്ളത് ഇതാണ്. ഒരു സർക്കാർ ആനുകൂല്യം സംബന്ധിച്ച വാർത്ത കേൾക്കുമ്പോൾ ആദ്യം ചോദിക്കേണ്ടത് ചോദ്യം ഇതിന് ഔദ്യോഗിക ഉത്തരവുണ്ടോ എന്നതാണ്. 4000 വരുന്നു എന്ന തമ്മിൽ കണ്ടാൽ ഉടൻ വിശ്വസിക്കരുത്. ഡബിൾ പെൻഷൻ പ്രഖ്യാപിച്ചു എന്ന വാട്സപ്പ് മെസ്സേജ് കണ്ടാൽ ഉടൻ ഫോർവേഡ് ചെയ്യരുത്. ഔദ്യോഗിക അറിയിപ്പ് പരിശോധിക്കുക. കാരണം പ്രതീക്ഷ വെച്ച ബാങ്കിൽ പരിശോധിച്ചിട്ട് പണം കാണാത്തപ്പോൾ നിരാശപ്പെടുന്നവർക്ക് ഒഴിവാക്കാം. ഇപ്പോൾ ലഭ്യമായ വിവരം അനുസരിച്ച് ഓഗസ്റ്റ് മാസത്തെ 2000 ക്ഷേമ പെൻഷനാണ് പ്രധാനമായി പ്രതീക്ഷിക്കേണ്ടത്. മറ്റൊരു പ്രധാന കാര്യം, മുതിർന്നവരുടെ കാര്യത്തിൽ കുടുംബം ഇടപെടണം. പെൻഷൻ ഗുണഭോക്താക്കളിൽ വലിയൊരു വിഭാഗം പ്രായമായവരാണ്. അവർക്ക് ഓൺലൈൻ വിവരങ്ങൾ പരിശോധിക്കാൻ കഴിയണമെന്നില്ല, വാട്സപ്പ് ഉപയോഗിക്കണമെന്നില്ല, യൂട്യൂബ് വാർത്തകൾ കാണണമെന്നില്ല. അതുകൊണ്ട് കുടുംബാംഗങ്ങൾ ഒരു കാര്യം ചെയ്യണം. വീട്ടിലെ അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ മസ്റ്ററിംഗ് ചെയ്തോ എന്ന് ചോദിക്കുക. ബാങ്കിൽ പണം വന്നു എന്ന് പരിശോധിക്കുക. ആവശ്യമായ അക്ഷയ കേന്ദ്രത്തിൽ വിവരങ്ങൾ അന്വേഷിക്കുക. നടക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ ഹോം മസ്റ്ററിംഗ് സംബന്ധിച്ച വിവരങ്ങൾ തേടുക. ഒരു ചെറിയ ശ്രദ്ധ പല പ്രശ്നങ്ങളിലും ഒഴിവാക്കാൻ സഹായിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ 4 പ്രധാന കാര്യങ്ങളാണ്. ഒന്നാമത്, ഓഗസ്റ്റ് മാസത്തെ 2000 ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. രണ്ടാമത്, നിലവിൽ എല്ലാവർക്കുമായി 4000 ഡബിൾ പെൻഷൻ പ്രഖ്യാപിച്ചതായി ഔദ്യോഗിക അടിസ്ഥാനമില്ല. അതുപോലെ തന്നെ മൂന്നാമതായി, പെൻഷൻ ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് നടപടിക്രമം സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കണം. അക്ഷയ കേന്ദ്രത്തിലെത്താൻ കഴിയാത്ത കിടപ്പ് രോഗികൾക്കും മറ്റും ഹോം മസ്റ്ററിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്താം. അതുകൊണ്ട് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വെറും ഒരു പെൻഷൻ അപ്ഡേറ്റായി മാത്രം കാണരുത്. നിങ്ങളുടെ വീട്ടിൽ പെൻഷൻ വാങ്ങുന്ന ആളുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ കാര്യങ്ങൾ പരിശോധിക്കുക. പണം വന്നോ, മസ്റ്ററിംഗ് പൂർത്തിയാക്കിയോ, വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ കഴിയാത്ത ആളാണോ, അങ്ങനെയെങ്കിൽ ഹോം മസ്റ്ററിംഗ് സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷിച്ചോ. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിരിക്കാം. ഓണത്തിന് മുൻപ് ലഭിക്കുന്ന ഈ 2000 ക്ഷേമ പെൻഷൻ സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡബിൾ പെൻഷൻ എന്ന പ്രചരണം മാത്രം കണ്ടിട്ട് പ്രതീക്ഷിക്കേണ്ട. മസ്റ്ററിംഗ് എന്ന പ്രധാന നടപടിക്രമം മറക്കാതിരിക്കുക. കിടപ്പ് രോഗികളോ നടക്കാൻ കഴിയാത്തവരോ വീട്ടിലുണ്ടെങ്കിൽ ഹോം മസ്റ്ററിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്തുക. ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലും നാട്ടിലും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഒരു ചെറിയ വിവരം ഒരാളുടെ പെൻഷൻ സംബന്ധമായ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ സഹായിച്ചേക്കാം. ഇത്തരം കേരള സർക്കാർ പദ്ധതികൾ, ക്ഷേമ പെൻഷൻ, റേഷൻ കാർഡ് ആനുകൂല്യങ്ങൾ, പുതിയ സർക്കാർ അറിയിപ്പുകൾ എന്നിവ കൃത്യമായി അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു പ്രധാന സർക്കാർ അപ്ഡേറ്റുമായി കാണാം. നന്ദി, നമസ്കാരം.